നമസ്കാരം. ഒരു വീട് എന്നാൽ മനുഷ്യർ മാത്രം ജീവിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മനുഷ്യരുടെ വാസസ്ഥലമാണ് എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. കാരണം അവിടെ പലതരം സസ്യങ്ങൾ, മരങ്ങൾ, ജീവികൾ ആ വീടിനോട് ചേർന്ന് വസിക്കുന്നതാകുന്നു. നാം വസിക്കുന്ന ഭൂമി ഈശ്വരാധീനമുള്ളവയാണ് എങ്കിൽ ഉറപ്പായും അവിടെ പക്ഷി മൃഗാദികൾ ധാരാളമായി തന്നെ വസിക്കുകയും അഥവാ വരികയും സസ്യങ്ങൾ പെട്ടെന്ന് വളരുകയും ചെയ്യും. എന്നാൽ ഒരു മരണം വീട്ടിൽ നടക്കുന്നതിന് മുൻപ് അഥവാ ആയുസ് കുറയുമ്പോൾ പ്രകൃതി തന്നെ ചില സൂചനകൾ നൽകുന്നതാണ്. ചില സസ്യങ്ങൾ വീടുകളിൽ ആ സമയം വളരുന്നതാകുന്നു. ഇവ അതിനാൽ ചില സൂചനകൾ തന്നെ നൽകുന്നതാണ്. അത്തരത്തിൽ നൽകുന്നതായ സൂചനകളുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ വീടുകളിൽ മരണം അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ സസ്യമായി പരാമർശിക്കുന്നത് അരളിയാണ്. അതിമനോഹരമായ പുഷ്പങ്ങൾ ഉള്ളവയാണ് അരളി. എന്നാൽ വീടിനോട് ചേർന്ന് ഒരിക്കലും നിങ്ങൾ ഇവ വളർത്തുവാൻ പാടുള്ളതല്ല. അത്തരത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. വീടിനോട് നീങ്ങി നിൽക്കുന്നതാണ് ശുഭം. കുട്ടികളുള്ളവരാണ് എങ്കിൽ ഒരിക്കലും വീടുകളിൽ നിങ്ങൾ വളർത്തുവാൻ പാടില്ല, അല്ലെങ്കിൽ വീടിന്റെ അടുത്ത് നടരുത് എന്ന് തന്നെ പരാമർശിക്കാം. അമിതമായി പൂക്കുന്നത് ആ വീട്ടിൽ ഒരു മരണം അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖങ്ങൾ, വളരെയധികം വിഷമങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാൻ പോകുന്നതിന്റെ മുന്നോടിയാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ ഈ ഒരു സൂചന നിങ്ങൾ അവഗണിക്കരുത്. മറ്റൊന്ന് കള്ളിച്ചെടികളാകുന്നു. നെഗറ്റീവായ ഊർജത്തെ ആകർഷിക്കുന്നു എന്നാണ് പരാമർശം. വാസ്തുപ്രകാരം അതിനാൽ വളരെ മോശമായ ഒരു ചെടി തന്നെയാണ് കള്ളിച്ചെടികൾ. വീടുകളിൽ അതിനാൽ ഒരിക്കലും പാടില്ല എന്നാണ് പരാമർശിക്കുന്നത്. പ്രധാന വാതിലിനോട് ചേർന്ന് ഒരിക്കലും പാടുള്ളതല്ല. ഇപ്രകാരം ഉണ്ട് എങ്കിൽ, വളരുന്നുണ്ട് എങ്കിൽ ദുഃഖങ്ങൾ നിങ്ങളെ വിട്ടൊഴിയില്ല എന്നും രോഗദുരിതങ്ങൾ നിങ്ങളെ വിടാതെ പിന്തുടരും എന്നാണ് പറയുന്നത്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ വളരെ വേഗം പൂക്കുന്നതും പെട്ടെന്ന് വളരുന്നതും ആ വീടുകളിൽ മരണം സംഭവിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായാണ് എന്ന് നിസ്സംശയം പറയാം. അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖങ്ങൾ വന്നു ചേരാം. യൂഫോർബിയ പലതരത്തിലുള്ള പുഷ്പങ്ങൾ നൽകുന്ന ഒരു തരം മുള്ളുള്ള ചെടി തന്നെയാണ് യൂഫോർബിയ. ഇവ പലരും അവയുടെ ഭംഗിയാൽ വീടുകളിൽ വളർത്തുന്നവരാകുന്നു. പല വീടുകളിലുമുണ്ട് എന്നത് സത്യം തന്നെയാണ്. ഒരിക്കലും വീടുകളിൽ വളർത്താൻ പാടില്ലാത്തവയാണ് ഈ സസ്യങ്ങൾ എന്നാണ് പരാമർശം. അതിനാൽ തന്നെ ഇവ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ശുഭം. പ്രത്യേകിച്ചും ചില ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. രോഗദുരിതങ്ങൾ നിങ്ങളെ വിട്ടൊഴിയുന്നതല്ല. മാനസികപരമായ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. പ്രത്യേകിച്ചും ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ, ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ വീടിന്റെ മുൻവശത്ത് ഇവ ഒരിക്കലും വളർത്താൻ പാടില്ല എന്നാണ് പരാമർശം. പ്രത്യേകിച്ചും ഇവ മുൻവശത്ത് വളർത്തുന്നത് ഗൃഹനാഥനോ ഗൃഹനാഥയുടെയോ ആയുസ് ക്രമേണ കുറയുന്നതിനും അത് മരണതുല്യമായ ദുഃഖങ്ങളായി മാറുന്നതിനും കാരണമായി തീരും എന്നാണ് പരാമർശം. അതിനാൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ ഈ കാര്യത്തിൽ പുലർത്തണം. മറ്റൊന്ന് കറിവേപ്പാണ്. സാധാരണയായി വീടുകളിൽ അത്യാവശ്യമായ ഇലകളിൽ ഒന്ന് തന്നെയാണ് കറിവേപ്പ്. എന്നാൽ കറിവേപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. വീട്ടമ്മമാർക്ക്, പാചകം ചെയ്യുന്നവർക്കും ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതായ ഒരു സസ്യം. എന്നാൽ ഇവ നിങ്ങളുടെ വീടിനോട് ചേർന്നാണ് വളർത്തുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ, ജീവിതത്തിൽ ഉയർച്ച തടസ്സപ്പെടുത്തുന്നതിന് അത് കാരണമായി തീരും. എന്നാൽ അതിർത്തി തിരിച്ച് നടുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. എന്നാൽ കറിവേപ്പ് ധാരാളമായി പൂക്കുന്നത് മരണതുല്യമായ ദുഃഖം ആ വീടുകളിൽ വന്ന് ചേരുന്നതിന്റെ ഫലമാണ് അല്ലെങ്കിൽ സൂചനയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. മരണം തന്നെ ആകണം എന്നില്ല. മരണതുല്യമായ ദുഃഖമോ അല്ലെങ്കിൽ മറ്റൊരു ബന്ധുവിന്റെ മരണമോ
പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട വ്യക്തികളുടെ മരണം ആകുവാനോ അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖമാകുവാനോ സാധ്യത കൂടുതലാകുന്നു. മറ്റൊന്ന് മുളകാകുന്നു. പലരും വീടുകളിൽ വളർത്തുന്നതായ സസ്യം തന്നെയാണ് ഇത്. എന്നാൽ വീടിനോട് ചേർന്ന് ഇവ നിങ്ങളുടെ വീടുകളിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അതത്ര ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം അല്പം നീക്കി നടുക എന്ന കാര്യമാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കലഹങ്ങൾ ക്രമേണ കുറയും. അതല്ല, നിങ്ങൾ വീടിനോട് ചേർന്നാണ് വളർത്തുന്നത് എങ്കിൽ കലഹങ്ങൾ വർദ്ധിക്കും. മനസമാധാനം നിങ്ങൾക്ക് നഷ്ടമാകുന്നതായ കാര്യങ്ങൾ സംഭവിക്കാം. മരണതുല്യമായ ജീവിതം നയിക്കേണ്ടി വരുന്നതുമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ചില ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് ബോൺസായി ആണ്. മരങ്ങളുടെയും ചെടികളുടെയും വളർച്ച മുരടിപ്പിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഇവ വീടുകളിൽ അതിനാൽ വളർത്തുന്നത് അത്ര ശുഭകരമല്ല, ദോഷകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നു എങ്കിൽ അത് ദോഷകരം തന്നെയാകുന്നു. പ്രത്യേകിച്ചും മരണദുഃഖം, മരണതുല്യമായ ദുഃഖം ഫലമായി തന്നെ പരാമർശിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ കച്ചവടം അല്ലെങ്കിൽ മറ്റാവശ്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ ഇവ വളർത്താം. അല്ലാത്ത പക്ഷം അത് ദോഷകരം തന്നെയാകുന്നു. ആ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശംഖുപുഷ്പം. അമിതമായി ശംഖുപുഷ്പം പൂക്കുന്നത് ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ശംഖുപുഷ്പം പെട്ടെന്ന് തന്നെ വാടിപ്പോവുകയോ അത്തരം കാര്യങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ പൂക്കാതിരിക്കുക, പെട്ടെന്ന് തന്നെ വാടുന്നതായ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമല്ല. ആ വീടുകളിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. മരണതുല്യമായ ചില കാര്യങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് മാവാകുന്നു. കാലം തെറ്റി മാവ് പൂക്കുന്നതോ അല്ലെങ്കിൽ കൊമ്പ് ഒടിഞ്ഞു വീഴുന്നതോ അത്ര ശുഭകരമായി പരാമർശിക്കുവാൻ സാധിക്കുന്നതായ സൂചനകളല്ല. ആ വീട്ടിൽ മരണം അല്ലെങ്കിൽ മരണതുല്യമായ ഒരു ദുഃഖം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അത്തരം കാര്യങ്ങളാണ് സംഭവിക്കുക. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊന്ന് തെങ്ങാണ്. തെങ്ങ് ചില വീടുകളിൽ കടപുഴകി വീഴുന്നതാകുന്നു. പലർക്കും അത്ഭുതം തോന്നാം. എന്നാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നത് വലിയ ദോഷം തന്നെയാണ് എന്ന് പരാമർശിക്കാം. വീട്ടിലെ ഗൃഹനാഥന്റെ ആയുസ്സിന് ദോഷം സംഭവിക്കാം. അല്ലെങ്കിൽ മരണം പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത്തരത്തിൽ ആയുസ് കുറയുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെയും ഇതിനെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഈ സൂചന ശുഭകരമല്ല അഥവാ അശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. തുളസിയും മുൻപ് പരാമർശിച്ച പോലെ തന്നെ ധാരാളമായി പൂക്കുന്നത് ശുഭകരമാണ്. എന്നിരുന്നാൽ പോലും ചില വീടുകളിൽ തുളസി പിടിക്കുന്നതല്ല, പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നതായ അവസ്ഥയുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമല്ല. ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ എന്ത് ചെയ്തിട്ടും തുളസി പിടിക്കുന്നില്ല എങ്കിൽ അത് ശുഭകരമല്ല. ആ ഭൂമിക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. അതിനാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അതീവ ശ്രദ്ധ പുലർത്തുക. മൈലാഞ്ചി വീടിനോട് ചേർന്ന് വളർത്തുന്നത് ദോഷകരമാണ്. അതിർത്തിയിലാണ് നടേണ്ടത്. എന്നാൽ അമിതമായി പൂക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ മരണം സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ കണക്കാക്കാം. ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന സസ്യങ്ങൾ അല്പം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ വീക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു.